ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ ഒരു മാർഗമാണ് റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ റെഫറൽ മാർക്കറ്റിംഗ് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഡയറക്റ്റ് സെല്ലിംഗ്, ആ മേഖലയിലാണ് വളരെ പ്രധാനമായും ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് വിജയിച്ചവരുടെ എണ്ണം വളരെ കുറവാണ്. റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മാത്രമല്ല, നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ ബിസിനസ്സിലും റെഫറൽ മാർക്കറ്റിങ്ങിൻ്റെ ആ ഒരു പവർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് സത്യമാണ്. ഞാനിത് പറയാൻ കാരണം എന്ന് പറയുന്നത്, ഏതൊരു പ്രോഗ്രാം, അതായത് ഏത് സാമ്പത്തിക ഇടപാടുകളും ആളുകൾ പരസ്പരം ചേരുമ്പോൾ മാത്രമാണ് സംഭവിക്കുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു സർവീസ് നൽകുകയോ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയോ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പണം കണ്ടെത്തുന്ന ഒരു രീതിയാണ് റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ലോക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ റെഫറൽ മാർക്കറ്റിങ്ങിലൂടെ വിജയിച്ച ആളുകൾ വളരെ കുറവാണ്. അതെന്തുകൊണ്ടായിരിക്കും എന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഒരു റെഫറൽ സിസ്റ്റം നടപ്പിലാക്കുന്ന ബിസിനസ് ഏതാണോ അതിൻ്റെ കെട്ടുറപ്പില്ലായ്മയാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്. ആളുകളിലൂടെ ചെയ്യുന്ന റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കമ്പനികളെ ആശ്രയിച്ച് ഉള്ളതാണെങ്കിൽ പോലും പലപ്പോഴും വ്യക്തിനിഷ്ഠമായ ഒരു പ്രവർത്തന ശൈലിയും കൂടി അതിനെ ബാധിക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ എന്താണോ പരിചയപ്പെടുത്തുന്നത്, അത് ഉൽപ്പന്നമായാലും ശരി സർവീസായാലും ശരി, അത് ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിലും റെഫറൽ മാർക്കറ്റിംഗ് പരാജയപ്പെടാം. പക്ഷേ ഞാനിവിടെ സംസാരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, പേൾവെൻ ഇൻ്റർനാഷണൽ അവതരിപ്പിക്കുന്ന 6 പ്രൊജക്റ്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഈയൊരു പുതിയ സാമ്പത്തിക ആശയത്തിൽ റെഫറൽ മാർക്കറ്റിങ്ങിൻ്റെ വലിയ സാധ്യതയെ ഉപയോഗപ്പെടുത്തിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇന്ന് വരെ ലോകത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും പവർഫുള്ളായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു റെഫറൽ മാർക്കറ്റിംഗ് രീതി നമുക്ക് പേൾവെൻ പരിചയപ്പെടുന്നു. ഇവിടെ നമുക്കറിയാം, പേൾവെൻ അവതരിപ്പിക്കുന്നത് 2020 മെട്രിക്സിലുള്ള ഒരു ബിസിനസ് പ്രോഗ്രാമാണ്. ഒരു വ്യക്തിയുടെ റെഫറലായി അദ്ദേഹം കണ്ടെത്തേണ്ടത് മാക്സിമം 20 പേരെയാണ്. അതുപോലെ തന്നെ നമുക്ക് 20 ലെവൽ ഡെപ്തിലാണ് നമുക്ക് ബിസിനസ് അവസരം ലഭിക്കുക. 20 ലെവൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലെവലിൽ നമുക്ക് 20 പേരെ കൊണ്ടുവന്നു. ആ 20 പേരും 20 പേരെ കൊണ്ടുവരുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ലെവലിൽ 400 പേരാണ് ഉണ്ടാവുക. ഈ 400 പേരും 20 പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ലെവലിൽ 8000 ആളുകളാണ് ഉണ്ടാവുക. അങ്ങനെ ഓരോ ലെവല് താഴുന്നതിനനുസരിച്ച് നമുക്ക് ആളുകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയാണ് 2020 മെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് റെഫറൽ കമ്മീഷൻ ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ ലെവലിൽ നിന്ന്, അതായത് ആദ്യത്തെ 20 പേരിൽ നിന്ന് നമുക്ക് 20% റെഫറൽ കമ്മീഷൻ ലഭിക്കുന്നു. രണ്ടാമത്തെ ലെവലായ 400 പേരിൽ നിന്ന് നമുക്ക് 19% റെഫറൽ കമ്മീഷൻ ലഭിക്കുന്നു. മൂന്നാമത്തെ ലെവലായ 8000 പേരിൽ നിന്ന് നമുക്ക്
18% റഫറൽ കമ്മീഷൻ ലഭിക്കുന്നു. അങ്ങനെ 20ാമത്തെ ലെവലിൽ നിന്ന് നമുക്ക് 1% വരെ റഫറൽ കമ്മീഷൻ ലഭിക്കുന്ന രീതിയിലാണ് പേൾ ബെൻ ഈ റഫറൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ 100 ഫാമിംഗ് USDT ഉപയോഗിച്ചാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. USDTയുടെ ആ ഒരു പെയറിലാണ് നമ്മുടെ റഫറൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഇന്ത്യൻ INRൻ്റെ രൂപത്തിലാണ് ഞാൻ ഈ റഫറൽ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾ ഈ ചാർട്ടൊന്ന് വളരെ ശ്രദ്ധിക്കുക. നമുക്കൊന്നുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ 1 ലക്ഷം രൂപയുടെ റഫറൽ കമ്മീഷൻ ചാർട്ടാണ് സംസാരിക്കുന്നത്. ഒരു വ്യക്തി 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഡെയിലി 0.20 വെച്ച് 1000 ദിവസമാണ് അദ്ദേഹത്തിന് റിട്ടേൺ ലഭിക്കുക. 1000 ദിവസം കൊണ്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയായി വർദ്ധിക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത്, ഒരു വ്യക്തി കൊണ്ടുവന്ന ഇൻവെസ്റ്റർ ഒരു മാസം വാങ്ങിക്കുന്ന വരുമാനത്തിൻ്റെ 20% നമുക്ക് ആദ്യത്തെ ഡയറക്റ്റിൽ നിന്ന് ലഭിക്കുന്ന റഫറൽ കമ്മീഷൻ. ഇവിടെ എങ്ങനെയാണ് നമുക്ക് റഫറൽ കമ്മീഷൻ ലഭിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് 1 ലക്ഷം രൂപയുടെ ചാർട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് 0.20 എന്ന നിലയിൽ 1000 ദിവസമാണ് റിട്ടേൺ ലഭിക്കുക. 1000 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപയായി അദ്ദേഹത്തിന് തിരികെ ലഭിക്കുന്നു. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഡെയിലി ലഭിക്കുന്നത് 0.20 ആണ് റിട്ടേൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 0.20 ഇൻറ്റു 30 ദിവസം അദ്ദേഹത്തിന് 6000 രൂപയാണ് ഒരു മാസം ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത്. ഒരു റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുത്ത വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ റഫറൽ വരുമാനം എന്ന് പറയുന്നത് ഈ ഒരു ഇൻവെസ്റ്റർ വാങ്ങിക്കുന്ന 6000 രൂപയുടെ 20% ലഭിക്കുക. അതായത് 1200 രൂപ. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ലെവലിലുള്ള ഒരു വ്യക്തിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ റഫറൽ കമ്മീഷൻ എന്ന് പറയുന്നത് 19%. അതായത് 1140. മൂന്നാമത്തെ ലെവലിലാണ് ഒരു വ്യക്തി ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുക 18%. അതായത് 1080 രൂപ. നാലാമത്തെ ലെവലുള്ള വ്യക്തിയാണ് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് 1020 രൂപയാണ്, 17%. ഇങ്ങനെ 20ാമത്തെ ലെവലിൽ നിന്ന് ഒരു വ്യക്തി 1 ലക്ഷം രൂപ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത്, അതായത് റഫറൽ കമ്മീഷൻ എന്ന് പറയുന്നത് 60 രൂപയാണ്. ഇവിടെ ഞാൻ നേരത്തെ റഫറൽ കമ്മീഷൻ്റെ പവറിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ഒരു 10 പേരെ അദ്ദേഹത്തിന് ഡയറക്റ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു മാസം 12000 രൂപ റഫറൽ വരുമാനമായി വാങ്ങിക്കാം. 20 പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 24000 രൂപ നമുക്ക് റഫറൽ കമ്മീഷൻ വാങ്ങിക്കാം. അത് 5 ലക്ഷം രൂപയാണോ അദ്ദേഹം കൊണ്ടുവരുന്നതെങ്കിലോ? നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഡയറക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മാസം 0.20 വെച്ച്
30,000 രൂപ മന്ത്ലി റിവാർഡായി വരുമാനം ലഭിക്കും. അതിൻ്റെ 20% എന്ന് പറയുന്നത് 6,000 രൂപയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന 10 പേരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് 60,000 രൂപ വരുമാനം ഉണ്ടാക്കാം. കൃത്യമായി നിങ്ങൾ ഈ ചാർട്ടിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാ മീറ്റിങ്ങുകളിലും കേൾക്കുന്നതാണ്, ലക്ഷങ്ങൾ റഫറൽ കമ്മീഷൻ വാങ്ങിക്കുന്ന ആളുകളെ പേൾവെൻ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞു. അതിൽപ്പെടുന്നൊരു വ്യക്തിയാണ് ഈ പറയുന്ന ഞാനും. ശരാശരി 1 ലക്ഷം മുതൽ 5 ലക്ഷം 6 ലക്ഷം ഒക്കെ വരുമാനം വാങ്ങിക്കുന്ന ഒത്തിരി ആളുകളെ റഫറൽ മാർക്കറ്റിങ്ങിലൂടെ സൃഷ്ടിക്കാൻ പേൾവെൻ ഇൻ്റർനാഷണൽ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലോകത്തിൽ ഇന്ന് വരെ അവതരിപ്പിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു റഫറൽ പ്രോഗ്രാം പേൾവെൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. വളരെ നന്നായി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചാർട്ട് കൃത്യമായി നിങ്ങൾ പഠിച്ച് കൃത്യമായ വർക്കൗട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിലെന്നല്ല, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു ഗവൺമെൻറ് എംപ്ലോയി വാങ്ങിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ശരാശരി 2.5 ലക്ഷം രൂപയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനേക്കാൾ വരുമാനം കണ്ടെത്താൻ കഴിയുന്ന ഒരു റഫറൽ മാർക്കറ്റിംഗ് സിസ്റ്റമാണ് പേൾവെൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി പഠിക്കുക. കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വലിയ ഒരു വരുമാനം കണ്ടെത്താനും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോകുവാനും നിങ്ങളെ ഈ ഒരു റഫറൽ മാർക്കറ്റിംഗ് സഹായിക്കുന്നതായിരിക്കും. തീർച്ചയായും ഈ ഒരു വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിയും ഇതിനെക്കുറിച്ച് അല്പസമയം ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആരാണ് റഫറൽ ചെയ്യുന്നത് അദ്ദേഹത്തെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അല്ലെങ്കിൽ പേൾവെൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ആരാണോ സമീപിക്കുന്നത് അദ്ദേഹവുമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരാം. ഈ വീഡിയോയിൽ തന്നെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജായോ ഒരു കോളായോ ബന്ധപ്പെടാം. ഓക്കെ, താങ്ക് യു. ഈ ഒരു റഫറൽ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയെ അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ ഈ ചെറിയൊരു ടോക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശരിയായ ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തെ തീർച്ചയായും മാറ്റിമറിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു. ഞാൻ ഷാജി, കണ്ണൂർ. താങ്ക് യു.